ഹായ് കൂട്ടുകാരെ, റിഷു കാർട്ടൂണിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. മോളെ, നമുക്ക് ഇവിടെ ഓണക്കോടി എടുത്താലോ? അതെ അമ്മേ, നല്ല കളക്ഷൻ ഉണ്ടല്ലോ. അതെ, നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഇവിടെ ആളൊന്നും ഇല്ലേ? എടാ മോനെ, ഈ കാണുന്ന നീല സാരിക്ക് എന്താ വില? ഞങ്ങളുടെ നാട്ടില് 250 രൂപയ്ക്ക് 2 സാരി കിട്ടും. എന്ത് പാടാ, ഒരു സാരിക്ക് 250 രൂപയാ? നടക്കില്ല. 170 രൂപയ്ക്ക് ഒരു സാരി തരാൻ പറ്റുമെങ്കിൽ നീക്കാ. നീ പറയാതെ എങ്ങോട്ട് പോയതായിരുന്നു? എന്താ ഇവനെന്താ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ? എടാ, നീ ഇതിനൊന്നും ആയിട്ടില്ലാടാ. ഇത് അമ്മി ചായ്ക്കുന്ന പോലെയൊന്നുമല്ല. പിന്നെ നീ എന്താ ഇവളെ വിളിച്ചോണ്ട് വന്നേക്കുന്നേ? അല്ല, നിന്റെ കൂടെ ഉണ്ടായിരുന്ന അവളെവിടെ? എന്റെ പൊന്നാര പേരക്കുട്ടി. ഇന്ന് ശാന്താവമ്മേ, ഇവളെന്റെ ഫ്രണ്ടാ. അവള് നാട്ടിൻപുറക്കാരിയാ. അവൾ ഇവിടുന്ന് പഠിക്കാൻ പോകുന്നത്. അവൾക്ക് ഇവിടെ തങ്ങാനൊരു സ്ഥലമില്ല. അവൾക്ക് ഞാനൊരു സ്ഥലം ശരിയാക്കി കൊടുക്കുന്നവരെ നമ്മുടെ വീട്ടിൽ നിർത്തിക്കോട്ടെ അമ്മേ. മോളെ സോറി, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ഇറ്റ്സ് ഓക്കെ ചേച്ചി. എന്താ ഞാൻ മണിക്കുട്ടന് ചേച്ചിയാണെന്ന് എന്താ പറയാത്തത്? അത് പറഞ്ഞ് നിന്നെ ഇവിടെ നിർത്തും നിനക്ക് തോന്നുന്നുണ്ടോ? എന്നോട് എന്താ ആദ്യം തന്നെ പറഞ്ഞത്? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു ആ കൊച്ചിനെ. അതല്ല, ഇവനെ നിനക്ക് എവിടുന്നാ കിട്ടി? ഇവൻ എന്നോടൊരു വാക്ക് പറയാതെ ആ കൊച്ചിന്റെ പിന്നാലെ പോയതാ. എവിടെയാടാ കൊച്ചേ? എവിടാ പൊന്നാര ആട്? അമ്മേ, അവൾ ഇപ്പൊ വരും. ആരുടെ കൂടെ? അമ്മേ, അവള് മണിക്കുട്ടന്റെ കൂടെ വരും. ആ ചെറുക്കൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? അത് പിന്നെ അമ്മേ, കുറച്ച് ദിവസം മണിക്കുട്ടൻ ഇവിടെ കാണും. ഇല്ല ഇല്ല, അവനെ ഇവിടെ നിർത്താനൊന്നും പറ്റത്തില്ല. അവനെ കൊണ്ടേ എനിക്കുണ്ടായ തലവേദന എത്രയാണെന്ന് നിനക്കറിയില്ല. അമ്മ അവനെ ആടിനെ പിടിച്ചു വെച്ചിട്ടില്ലേ? വെറുതെ ഒന്നുമല്ലല്ലോ. അമ്മ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യാൻ നോക്കി. ഓ, ആടിനെ കൊണ്ടായിരിക്കും വരുന്നത്. ആയിരിക്കും. എനിക്ക് ആടിനെ ഇനി സഹിക്കാൻ വയ്യ. വൃത്തികെട്ട സ്വഭാവമാണ് ആടിനെ. അതല്ല അമ്മേ, മണിക്കുട്ടനും ഇവിടെ നിൽക്കുന്ന പോലെ ഇവിടെ ഒരാഴ്ച നിൽക്കും. ചേച്ചി എന്താടാ ചേച്ചി, നീ മണിക്കുട്ടൻ ചേച്ചിയാണെന്നത് പറയുന്നത്? തൽക്കാലം ഇപ്പൊ പറയണ്ട, അത് മണിക്കുട്ടൻ വരും പറഞ്ഞാ മതി. എന്തായാലും എപ്പോഴായാലും അമ്മ അറിയില്ലേ? തൽക്കാലം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാ മതി, എന്റെ ഫ്രണ്ടാണെന്ന്. നിങ്ങൾ രണ്ടുപേരും എന്താ കുശി കുശി പറയുന്നത്? മോളിങ് വാ, ഇവിടെ ഇരിക്കട്ടോ. ആന്റി ഇപ്പൊ വെള്ളം കൊണ്ട് വരാം. വേണ്ട ആന്റി, വെള്ളമൊന്നും വേണ്ട. അവൾക്ക് എന്താ വേണ്ടത്? മോൾ എന്താ കഴിക്കാറുള്ളത്? എന്റെ മോളുടെ കൂട്ടുകാരി എന്നൊക്കെ പറയുമ്പോ അവളങ്ങ് ബാംഗ്ലൂരിലല്ലേ പഠിക്കുന്നേ. മോളുടെ അച്ഛൻ എന്താ ചെയ്യുന്നത്? അത് പിന്നെ ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ നാട്ടിൻപുറത്തുനിന്നാ വരുന്നേ. ആ, നാട്ടിൻപുറക്കാരിയാണല്ലേ. ആ, അവിടെ എത്ര സെന്റ് ഉണ്ട് നിങ്ങൾക്ക് സ്ഥലം? നാട്ടിൻപുറത്ത് 3/4 സെന്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയല്ലേ? ആക്ച്വലി ആന്റി, അമ്മയുടെ വിചാരം അവൾ നാട്ടിൻപുറത്തെ വലിയ പ്രമാണിയാണെന്നാ. വെറുതെ അല്ല അമ്മ ഇങ്ങനെ തലേ കയറ്റി വെച്ചേക്കുന്നേ. ഇവൾ എന്തിനാ അമ്മ ഇങ്ങനെ തലേ കയറ്റി വെച്ചേക്കുന്നേ? ഞാൻ നിന്നെ കണ്ട മുതൽ ശ്രദ്ധിക്കുക. നിനക്കെന്താ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തീരെ ഇഷ്ടപ്പെടാത്ത പോലെ? എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പോലെ. എന്റെ മോളെ, മോൾക്കെന്താ കഴിക്കാൻ വേണ്ടത്? മോളെന്താ കഴിക്കാറുള്ളത്? നാട്ടിൻപുറത്തെ ഭക്ഷണമൊന്നും അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ആന്റി, എനിക്കൊന്നും വേണമെന്നൊന്നുമില്ല. ഞാൻ കുറച്ച് ദിവസം നിന്ന് പോകും. ആന്റിക്ക് ബുദ്ധിമുട്ടാവോ? അയ്യോ, ഇവളെന്റെ അമ്മ കയ്യിലെടുക്കാണല്ലോ ചേച്ചി. അമ്മ എന്നോട് പോലും ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ല. നിനക്കെന്താടാ ഇത്ര അസൂയ? ഇത്ര അസൂയൊന്നും പാടില്ല. ചേച്ചി ഒന്ന് പൊയ്ക്കാൻ പറഞ്ഞ്, ഇവൾ എനിക്ക് തലവേദനയാവും മിക്കവാറും. മോക്ക് പറ്റിയ റൂമ് അർജുന്റെ റൂമാ. അവിടെ കിടന്നോ. ആഴ്ചത്തേക്കല്ലേ, അവൻ വേറെ എവിടെയെങ്കിലും കിടന്നോളൂ. മോൾ അർജുന്റെ റൂമിൽ കിടന്നോ. അമ്മേ, അത് പറ്റില്ല. അതെന്താടാ പറ്റായി നിനക്ക്? അവൾ ചേച്ചിയുടെ റൂമിൽ കിടന്നോട്ടെ. ചേച്ചിയുടെ റൂമൊക്കെ എന്ന് കാലം പൂട്ടിയിട്ടതാ. അവിടേക്ക് ഇനി വൃത്തിയാക്കിയിട്ട് വേണം. ചേച്ചി മിനിമോളുടെ റൂമിൽ ഇന്ന് കിടന്നോളും. നീ ഇവിടെ എവിടെയെങ്കിലും കിടന്നോ. ആ കൊച്ചിനെ നിന്റെ റൂമിൽ തന്നെ കിടത്തണം. നിന്റെ റൂമാ ഇപ്പൊ ഇവിടെ ഉള്ളേക്ക് വൃത്തിയുള്ളത്. അവള് പുറത്തുനിന്ന് വന്ന കുട്ടിയല്ലേ. അമ്മ അതിന് എന്റെ റൂമിനെ കൊടുക്കണോ? അമ്മ ഈ റൂം കൊടുന്നോ? അമ്മ വല്ല അടുക്കളയിലും മറ്റോ കൊടുന്നോ? ഹലോ ഗായ്സ്, ഞാൻ എത്തിക്കഴിഞ്ഞു. അല്ലേ ഇവിടുന്ന് വലിയ കേസൊക്കെ കൊടുക്കുന്നു പറഞ്ഞു പോയത്. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ടന്നെ വന്നേ? പിന്നെ ഇല്ലേ മിനി, നീ എന്താ ആരോട് ചോദിച്ചിട്ടാ ഇവിടുന്ന് പോയത്? അത് പിന്നെ മുത്തശ്ശി, അത് പിന്നെ മണിക്കുട്ടന്റെ കൂടെ ഞാൻ മണിക്കുട്ടന്റെ നാട്ടിലേക്ക് പോയി. ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ആൾക്കാർ മുഴുവൻ നീ എവിടെയാന്ന് എന്നോടാ ചോദിക്കുന്നത്. അല്ല, ഇവൻ എവിടുന്നാ പെട്ടയും കിടക്കൊക്കെ എടുത്ത് വരുന്നേ? പെട്ടിയും കിടക്കൊക്കെ നിങ്ങൾക്ക് കാണാണ്ടോ? എന്റെ കൈക്ക് ആകെ ഒരു ബാഗുള്ളല്ലോ. പെട്ടിയും കിടക്കൊന്നും ഇല്ലല്ലോ. ഇവിടെ നിന്റെ പൊന്നാരാട്. നമ്മളെവിടേക്ക് ഉണ്ട് മച്ചു. ഓ, നീയും ഉണ്ടോ? അയ്യോ, എന്റെ ഇപ്രാവശ്യത്തെ ഓണം പോയി. അത് പറഞ്ഞപ്പോഴാ ഓണസദ്യ ഒന്നും ഉണ്ടാക്കണേ ഞങ്ങളെ. ഓണത്തിന് സദ്യ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ പൊന്നുമോൾ ഇന്ന് നിങ്ങൾ വന്നേ ഉള്ളൂ, അവളുടെ കൂട്ടുകാരിയും.
എന്തായാലും ഇന്ന് ഓണസദ്യ ഉണ്ടാക്കുന്നുണ്ട്. എന്നെ എല്ലാരും സഹായിച്ചോണം. ആരും വെറുതെ തിന്നു പോവാന്ന് കരുതണ്ട. ഈ താത്തന്റെ കൂട്ടുകാരിയോ? അതാരാ? ദേ ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ? ആ കൊച്ച് ഗ്രാമത്തിലെ വലിയ തലവന്റെ മോളാ. ഏത്? ഞാൻ തന്നെ മണിക്കുട്ട, ഈ ഞാൻ തന്നെ. ആരെ മോളാന്നാ പറഞ്ഞത്? മണിക്കുട്ട, തൽക്കാലം അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നീ ഇപ്പൊ അത് മാറ്റാനൊന്നും പോവണ്ട കേട്ടാ. ആയിക്കോട്ടെ. മണിക്കുട്ട, ഇവരെല്ലാരും മുത്തശ്ശിയെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണല്ലോ. അതെ, ഞമ്മക്ക് കൂട്ടിന് നിന്ന് കൊടുക്കാം. ഇതൊക്കെ ഒരു രസല്ലേ? അല്ല, എത്ര ഇലമാണെന്ന് എന്റെ മുത്തശ്ശി പറഞ്ഞത്? എത്ര ഇലെന്ന് എനിക്കറിയില്ല. ആളെണ്ണത്തിന് എടുക്കാം നമുക്ക്. പക്ഷെ ഇതിമ്മക്ക് എനിക്ക് എത്തൂലല്ലോ. മണിക്കുട്ടൻ്റെ ഒരു പണി കൊടുക്കാം. ഞാൻ നിന്റെ തലേമ്മ കയറി നിന്നിട്ട് പറിച്ചോളാം. ഏയ്, അതൊന്നും പറ്റില്ല. ഇങ്ങനെ കിട്ടാനാ? എടി പെണ്ണേ, എന്റെ തല നീ ചവിട്ടി പൊളിക്കോ? ഇല്ല മണിക്കുട്ട, നീ പേടിക്കണ്ട. അയ്യോ എടി, നീ എന്തിനാടി എന്റെ തല ചവിട്ടുന്നേ?